നിലവിൽ ചെയ്യുന്ന പ്രൊജക്ട് സ്വാന്തനം 2 ആണ്. ശ്യാമാംബരം 2 പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് തീർന്നു. ശ്യാമാംബരം സി കേരളയിലായിരുന്നു, അത് തീർന്നു. അപ്പം ഞാൻ പറയും ഇതിൽ അൻസാർ ഖാനാണ് ഫിലിം ഡയറക്ടർ ആണ്. അൻസാറാണ് ഇതിൻ്റെ ഡയറക്ടർ, ഇത് സ്വാതന്ത്ര്യം 2ൻ്റെ ഡയറക്ടർ. ഒരു ഇതുമില്ല ഞാൻ, പക്ഷേ ഒരു 100 എപ്പിസോഡ് വരെ ഞാൻ ഫുൾ ടൈം അവരുടെ കൂടെ തന്നെ കാണും. എൻ്റെ സന്തോഷം അവരുടെ കൂടെ, കാരണം അപ്പോഴത്തേക്കാവുമ്പോൾ എല്ലാം ഒന്ന് സെറ്റാവും. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കിതങ്ങ് റൺ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ആ ലൊക്കേഷനിലുണ്ടെങ്കിൽ എന്നെ പേടിച്ചൊന്നുമല്ല, അവർ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നും, ആർക്കും ഒരു മുഷിപ്പോ ഒരു അലസതയൊന്നുമില്ല. എല്ലാവരും ജില്ല നിന്ന് ഭയങ്കര ആക്റ്റീവാ. അതിപ്പോൾ എല്ലാവരും വണ്ടി കാണുമ്പോഴേ ആക്റ്റീവ് ആവാൻ തുടങ്ങുമെന്ന് ഡയറക്ടർ ഇനിയിപ്പോൾ എല്ലാവരും ആക്റ്റീവ് ആയിക്കോളൂ എന്ന് പറയും. അങ്ങനെ അവരെന്നോടുള്ളൊരു സ്നേഹം കൊണ്ടാണ്, അല്ലാതെ നമ്മളെന്താണ്, നമ്മളൊന്നും അല്ല. അവർ ചെയ്യുന്ന ജോലിക്ക് ഞാൻ റെമ്യൂണറേഷൻ കൊടുക്കും, അതല്ലാതെ നമ്മളൊന്നുമല്ല. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാം ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ എല്ലാത്തിനെയും കാണുന്നുള്ളൂ. അതെ ചെയ്യുന്നത് അല്ല, അതിൽ ഞാൻ എപ്പോഴും ഒരുപാട് അമ്പലത്തിലൊന്നും പോകുന്നൊരു വ്യക്തിയല്ല. ഞാൻ വളരെ കുറച്ച് അമ്പലത്തിൽ പോയി വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോകുന്ന ആളാണ്. പക്ഷെ എൻ്റെ കർമ്മത്തിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ കർമ്മമാണ് എൻ്റെ പ്രാർത്ഥന. ഈ കർമ്മമുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം, അതാണ് കർമ്മം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതിൻ്റെ ഫലം നമുക്ക് പണ്ടൊക്കെ കുറച്ച് ലേറ്റ് ആയിരുന്നു, ഇപ്പൊ അപ്പോഴപ്പോഴായിട്ട് കിട്ടും. നല്ലത് ചെയ്താൽ ഗൂഗിൾ പേ വഴിയാണോ എങ്ങനെയാണെന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുന്നേ അതിൻ്റെ ഫലം കിട്ടും. അപ്പം അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് തന്നെ ഉണ്ടാവും, മോശം ചെയ്യുന്നാൽ മോശം തന്നെ ഉണ്ടാവും. അതിൻ്റെ ഫലം അങ്ങനെ തന്നെയാണ്, നെഗറ്റീവാണ് അത്. ഞാൻ എപ്പോഴും പിള്ളേരോടായാലും പറയും, നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആരും ദ്രോഹിക്കരുത്. ദ്രോഹിക്കുന്ന ഭയങ്കര പാപമാണ്. പക്ഷെ ഇന്നത്തെ ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഇപ്പം ഒരാളൊരു തെറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കൂടെ ഏകദേശം ഒരു 135 പേരോളം ഉണ്ട്. അപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരാമല്ലോ. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഒരു കുട്ടിക്കുണ്ടാകുന്ന ഒരു കുറവ് പോലെ നമ്മൾ അതിനകത്ത് കാണത്തുള്ളൂ. പക്ഷെ അത് വലിയ വിഷയമാക്കുന്ന തലമുറ ഇന്നത്തെ തലമുറ. അതെന്താ അവനങ്ങനെ ചെയ്ത്, എന്താ ഇങ്ങനെ ചെയ്ത്, അത് അമ്മ എന്താ ചോദിക്കാത്ത എന്നൊക്കെ എൻ്റെ മോൻ എന്നോട് ചോദിക്കും. അമ്മ അത് ഓൺ ചെയ്ത് നിർത്തണം എന്ന്. ഞാൻ പറയട്ടെ, അവർ ജീവിച്ചു പോട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ അവരങ്ങ് പോകും. അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷന് അങ്ങനത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, എനിക്കറിയത്തില്ല. അവർ വളർന്നു വന്ന സാഹചര്യം, അവർ കണ്ടു വളർന്ന ആൾക്കാർ നമ്മൾ വളർന്ന സാഹചര്യത്തിലല്ലല്ലോ ഈ കുട്ടികളൊന്നും വരുന്നത്. അതെ നമുക്കൊക്കെ ഞാൻ പറയില്ല, ഇവർ വീട്ടിൽ ഇരുന്നാൽ മതി, എല്ലാ കാര്യങ്ങളും അവരുടെ അരികിലെത്തും. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ചേച്ചിയൊക്കെ ആഗ്രഹിച്ചത് കിട്ടാൻ വേണ്ടി ഒരുപാട് നാളുകൾ കാത്തിരുന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ആഗ്രഹിക്കുന്ന സെക്കൻഡിനുള്ളിൽ നടക്കും. കാരണം അത് കാലഘട്ടത്തിന്റെ മാറ്റമുണ്ട് അതിനകത്ത്. പിന്നെ നടത്താൻ നമുക്ക് നമ്മുടെ ഈ സാമ്പത്തികം എന്ന് പറയുന്നൊരു കാര്യം വേണം. അതിനാണ് നമ്മൾ ഈ പറയുന്ന പോലെ ദൈവാനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുമോ. പൈസക്ക് പൈസ തന്നെ വേണോ? ഉറപ്പായിട്ടും വേണം. അതെന്താണ് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് ബാധ്യതകൾ വന്നു, കടങ്ങളൊക്കെ ഒരുപാട് ബാധ്യതകൾ. ഏകദേശം ഒരു 2009 ഭയങ്കര ബാധ്യതകൾ വന്നു. നമ്മൾ ചാനലുമായിട്ടുള്ളതല്ലേ, നമ്മുടെ ബാധ്യത വരിക എന്ന് പറഞ്ഞാൽ, ബിസിനസ് ബാധ്യത വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴും ചാനലുമായിട്ടാണ്, ചാനലിൻ്റെ പേയ്മെൻ്റ് അല്ലേ. അപ്പം നമ്മൾ ഈ ഭീമയെ പോലുള്ള വലിയ ക്ലയൻറ്റിൻ്റെ പേയ്മെൻ്റ് എടുത്ത് വേറെ രീതിയിലേക്ക് മറിക്കുക എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മളവിടെ പേയ്മെൻറ്റ് 90 ഡേയ്സിൽ സെറ്റിൽ ചെയ്യണം. അങ്ങനെ വരുമ്പം അത് പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് മൊത്തത്തിൽ പ്രശ്നമല്ലേ. കാരണം അടുത്ത റിലീസ് കൊടുക്കാൻ പറ്റില്ല, പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ചാനലിൽ നിന്ന് വിളിയുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ആ പേയ്മെൻറ്റ് വേറെ മറിച്ച് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തടത്ത് കൊണ്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അതിൻ്റെ ഒരു പരിണിത ഫലം. ശരിക്കും അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്ത് അതൊക്കെ സോൾവ് ചെയ്യേണ്ടി വന്നു. അതെങ്ങനെ തരണം ചെയ്തത് ആ നിമിഷം? എനിക്കിത് നിർത്തണം, ഞാൻ മടുത്തു എന്നൊരു അവസ്ഥയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? അത് തോന്നി എനിക്ക്. വൺസ് അതൊന്ന് തോന്നി. കാരണം വെച്ചാൽ തോന്നിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവസ്ഥയിൽ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്നെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ നിന്നിട്ടുണ്ട്, റോഡ് സൈഡിൽ വെറുതെ ഇങ്ങനെ നിന്നിട്ട് സ്റ്റക്കായിട്ടുണ്ട്. കാരണം മുന്നോട്ട് പോയാൽ ഈ ബാധ്യത, പുറകോട്ട് പോയ 2 മക്കൾ,
ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾക്കത് അനുഭവിച്ചവർക്കേ അത് അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മുന്നോട്ട് തന്നെ പോവാം. കുറേ ഇങ്ങനെ ആലോചിച്ച് വന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബാധ്യത പിള്ളേരെ കൊണ്ടും വീട്ടാൻ പറ്റില്ല. മുന്നോട്ട് പോയി ഈ ബാധ്യത വീട്ടാം. പക്ഷെ ഒരു 1 ഇയർ കൊണ്ട് ആ ബാധ്യത വീട്ടി. 1 ഇയർ കൊണ്ട് ബാധ്യത വീട്ടിയത് എൻ്റെ മിടുക്കല്ല. അത് ശരിക്കും വന്ന് ഭീമയുടെ എല്ലാ ബ്രദേഴ്സും നമ്മൾ എല്ലാ ആൾക്കാരുടെയും അഡ്വർടൈസ്മെൻറ്റ് നമ്മളായിരുന്നു ചെയ്യുന്നത്. ഞാനായിരുന്നു ചെയ്യുന്നത്. നമ്മൾ ഗ്രീൻ TV ആയിരുന്നു ചെയ്യുന്നത്. അപ്പം അവിടുത്തെ എല്ലാ ബ്രദേഴ്സും കൂടെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ പറഞ്ഞു ടെൻഷൻ ആവണ്ട, നമുക്ക് ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്. ആ ക്രെഡിറ്റ് പീരീഡിന് മുന്നേ അഡ്വാൻസ് ബില്ല് ഇൻവോയ്സ് അയച്ചോ, അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 4 ബ്രദേഴ്സും കൂടെ ചേർന്ന് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് അയച്ച് ചാനലിലെ പേയ്മെൻ്റ് എല്ലാം ക്ലിയർ ചെയ്ത് പതുക്കെ അവരുടെ റിലീസ് വീണ്ടും കൊടുത്ത് അങ്ങനെ കയറി വന്നു. ഈ പ്രൊഡ്യൂസർ എന്ന ചുരുങ്ങിയ വാക്കുകൾക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഒരുപാട് അല്ലേ, ഞാൻ പറയില്ലേ കഷ്ടപ്പാടെന്ന് എനിക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. ജോലി ഞാൻ പറഞ്ഞില്ലേ അതിനെ ഞാൻ എൻജോയ് ചെയ്ത. ഇപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു സെലിബ്രേഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സെലിബ്രേഷനാണ്. കാരണം ഒരു പ്രോജക്റ്റ് വരിക, അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷനിലിരിക്കുക, എല്ലാവരുമായിട്ടുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളും, ലൊക്കേഷനും, മേക്ക് ഓവർ, പിന്നെ സ്മോക്ക് ഷൂട്ട്, ഇതൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ്. ഭയങ്കര ത്രില്ലാണ്. കാരണം വെച്ചാൽ നമ്മളെ കൂടെ അല്ല നമ്മളെ കൊണ്ട് ഇത്രയും ഫാമിലി ജീവിക്കുന്നല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ.